ഹജ്ജ് കേരളത്തിൽ നിന്ന് 8530 പേർക്ക് അവസരം. അടുത്ത വർഷത്തെ ഹജ്ജിന് കേരളത്തിൽ നിന്ന് 8530 പേർക്ക് അവസരം. മുംബൈ ഹജ്ജ് ഹൗസിൽ നടന്ന ഡിജിറ്റൽ നറുക്കെടുപ്പിലാണ് രാജ്യത്ത് നിന്ന് ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിനുള്ളവരെ തിരഞ്ഞെടുത്തത്. 65ഉം അതിനു മുകളിലും പ്രായമുള്ള കേരളത്തിൽ നിന്ന് അപേക്ഷിച്ച മുഴുവൻ പേർക്കും മഹ്റമില്ലാത്ത സ്ത്രീകളുടെ വിഭാഗത്തിൽ 58 പേരൊഴികെ ബാക്കി എല്ലാവർക്കും നറുക്കെടുപ്പില്ലാതെ ഹജ്ജിന് അവസരം ലഭിച്ചു. മഹ്റമില്ലാത്ത 58 അപേക്ഷകർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. കഴിഞ്ഞ ഹജ്ജിലെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും ജനറൽ വിഭാഗത്തിലെ മറ്റു മുഴുവൻ അപേക്ഷകരും വെയിറ്റിംഗ് ലിസ്റ്റിലാണുള്ളത്. ഇന്ത്യക്കുള്ള ഹജ്ജ് ക്വാട്ട സൗദി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഹജ്ജ് നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി 1 ലക്ഷം ക്വാട്ട കണക്കാക്കിയാണ് ഇപ്പോൾ ഡിജിറ്റൽ നറുക്കെടുപ്പ് നടത്തിയത്. മുൻ വർഷങ്ങളെപ്പോലെ 1,75,025 ക്വാട്ടയാണ് സൗദിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ 30% സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് മാറ്റിവെക്കും. ബാക്കിയുള്ള 70% സീറ്റുകളാണ് ഹജ്ജ് കമ്മിറ്റികൾക്ക് ലഭിക്കുക. സ്വകാര്യ ഗ്രൂപ്പുകൾക്കുള്ള 30%, അതായത് 52,507 സീറ്റുകൾ മാറ്റിവെച്ചാൽ നറുക്കെടുപ്പിനു ശേഷം ബാക്കിയുള്ള സീറ്റുകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുസ്ലിം ജനസംഖ്യാനുപാതത്തിൽ വീതം വെക്കും. അങ്ങനെ വരുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള മഹ്റമില്ലാത്ത 58 അപേക്ഷകർക്കും കഴിഞ്ഞ ഹജ്ജിലെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും അവസരം ലഭിക്കും. ഇതിനു ശേഷമാണ് ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കുക. ഇത് പ്രകാരം 4000-ഓളം പേർക്ക് ജനറൽ വിഭാഗത്തിൽ നിന്ന് അവസരം ലഭിച്ചേക്കും. ഇപ്രാവശ്യം ഹജ്ജ് അപേക്ഷകരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ കേരളത്തിന് ലഭിക്കാനിടയില്ല. കഴിഞ്ഞ വർഷം 16,400 പേർക്കാണ് കേരളത്തിൽ നിന്ന് അവസരം ലഭിച്ചത്. സംസ്ഥാനത്ത് 27,123 പേരാണ് ഹജ്ജിന് അപേക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഹജ്ജിന് 20,636 പേരായിരുന്നു അപേക്ഷകർ. അപേക്ഷിച്ചവരിൽ 11,037 പേർ പുരുഷന്മാരും 16,086 സ്ത്രീകളുമാണ്. 65 വയസ്സ് വിഭാഗത്തിൽ 4,972 മഹ്റമില്ലാത്ത വിഭാഗത്തിൽ 3,623 ജനറൽ വിഭാഗത്തിൽ 2025 കാത്തിരിപ്പ് പട്ടികയിൽ അവസരം ലഭിക്കാത്തവരായ 918 ജനറൽ വിഭാഗത്തിൽ 17,610 അപേക്ഷകളാണുള്ളത്. ഇന്ത്യയിൽ ആകെ 1,94,616 അപേക്ഷകളാണ് ഇപ്രാവശ്യം ലഭിച്ചത്. അപേക്ഷകരിൽ 2,914 പേരാണ് 20 ദിവസത്തെ ഹജ്ജ് പാക്കേജിൽ കേരളത്തിൽ നിന്ന് അപേക്ഷ നൽകിയത്. ഇന്ത്യയിൽ മൊത്തം 18,659 പേർ ഈ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ മൊത്തമായി ഈ വിഭാഗത്തിന് 10,000 സീറ്റുകളാണുള്ളത്. അനുവദിക്കപ്പെട്ട സീറ്റുകളെക്കാൾ അപേക്ഷകരുള്ള സാഹചര്യത്തിൽ നറുക്കെടുപ്പ് നടത്തിയാണ് ഈ പാക്കേജിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ആദ്യ ഗഡു 20-നകം അടക്കണം. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആദ്യ ഗഡുവായി 1,52,300 രൂപ ഈ മാസം 20-നകം അടക്കണം. ഇതിൽ 1,50,000 രൂപ അഡ്വാൻസ് തുകയും 2,000 രൂപ പ്രോസസ്സിംഗ് ഫീസും 300 രൂപ അപേക്ഷാ ഫീസുമാണ്. ഓരോ കവറിനും പ്രത്യേകമായുള്ള ബാങ്ക് റെഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെന്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ പണമടക്കാം. ഓൺലൈനായും പണമടക്കാം. പണമടച്ച രസീതി, മെഡിക്കൽ സ്ക്രീനിംഗ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും അനുബന്ധ രേഖകളും നിർദ്ദേശിക്കുന്ന സമയത്തിനകം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം. നിശ്ചിത സമയത്തിനകം പണമടയ്ക്കാത്തവരുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതായിരിക്കും.